ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് വന്നിട്ടുണ്ട്. അമ്മേനെ കാണാനായിട്ട് വന്നത്. ആ തക്കം നോക്കി 2 ദിവസം വീട്ടിൽ നിൽക്കാമല്ലോ, അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളിന്ന് നമ്മുടെ പടിഞ്ഞാറ് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്പലപ്പുഴ പടിഞ്ഞാറായിട്ടാണ് എൻ്റെ സ്വന്തം വീട്. കല്യാണം കഴിച്ചുകൊണ്ട് പോയി ഒരു സ്റ്റോപ്പിൻ്റെ അപ്പുറത്ത് പായൽക്കുളങ്ങര എന്ന് പറയും. അങ്ങനെ ഇന്ന് എല്ലാവരെയും കൂടി വിളിച്ച് ഞാൻ പടിഞ്ഞാറ് വന്നേക്കുവാണ് കടലിൽ. കാരണം വേറൊന്നും ഉണ്ടല്ല, കടലിൽ നല്ല കല്ലുമൊക്കെ വന്ന് അടിയുന്നുണ്ട്. അത് പറിച്ചെടുക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഞാൻ പോവാണ്. ഈ കല്ലിൻ്റെ മേളിലുള്ള നടപ്പ് അത്ര സുഖമല്ല കേട്ടോ. തെന്നി വീഴുവാണെങ്കിൽ കാലും കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ കടലിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കടലിൽ ഇറങ്ങത്തില്ല. ഞാൻ പീരീഡ്സ് ആയിട്ടിരിക്കുക, അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം ഇറങ്ങാൻ പറ്റത്തില്ല, ദോഷമാണെന്ന് പറയും. അങ്ങനെ ഞാൻ മാറി കല്ലേലിരുന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇരുന്ന് പറിച്ചോളാൻ പറഞ്ഞത് അച്ഛനിരുന്ന്. അങ്ങനെ എല്ലാവരും കൂടി കടലിൽ ഇറങ്ങി കല്ലുമക്ക പിച്ചി എടുക്കണേ. നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെ കല്ലിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതെന്ന്. നല്ല ഭംഗിയായി കേട്ടോ കാണും. നല്ല പവിഴപ്പുറ്റുകളെ പോലെ. ഇത് കണ്ടില്ലേ, 1 കോടി ഉണ്ടെന്ന് തോന്നുന്നു ഒരു കല്ലേ തന്നെ. പക്ഷെ എല്ലാം ചെറുതാണ്. ഇത് വലുതാവണം. ഒരു മാസോടിയൊക്കെ കഴിയുമ്പോൾ നല്ലതുപോലെ വലുതാകും. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് വലുതുമുണ്ട്. വലുത് നോക്കി പറിച്ചെടുക്കും ചിലവരെല്ലാം കൂടി കുത്തിയെടുത്തിട്ട് പ്രയോജനമൊന്നുമില്ല. കാരണം അത് മൊത്തം മണ്ണാണ്. ഇത് കണ്ടില്ലേ, ഐഷു നിന്ന് പറിക്കുന്നത് എന്ത് വലിയ കക്കകൾ അവിടെ. പക്ഷെ അത് ഇച്ചിരി ആഴത്തിലോട്ട്. നമുക്ക് നീന്താനൊക്കെ അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾക്ക് നീന്താനൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഉണ്ണിക്കുട്ടനും ഐഷുവും പൊന്നുവും എല്ലാവരും വന്നിപ്പോണ്ട് കേട്ടോ. എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത വിഷമം. ആ കാണിച്ചത് മൊത്തം കല്ലുമക്കായ. നോക്കിക്കേ എൻ്റെ കയ്യിൽ. ഇതൊക്കെ അത്യാവശ്യം ചെറുതാണ്. ഇതിലും വലുതുള്ളതുണ്ട്. നല്ല വലുത് ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തേന്ന് ചിന്നു പറിക്കുന്നുണ്ട്. ചിന്നു എന്നോടുള്ള സ്നേഹം കൊണ്ട് പാവം കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ കയറി അവൾ പറിച്ച് എനിക്ക് തന്നു കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഞാൻ പൊതുവേ ഒരു വായാടി ആയതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കെല്ലാം എന്നെ പൊതുവേ ഇഷ്ടമാണ്. എൻ്റെ കൂട്ടുകാരികൾക്കെല്ലാം കേട്ടോ എന്നാണ് എൻ്റെ വിശ്വാസം. എപ്പോഴും ഞാനിങ്ങനെ കലവില പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ നല്ല വലിയ കക്കയ. ഇതിങ്ങനെ എല്ലാം കൂടി പറ്റി പിടിച്ചൊരു പുറ്റ് പോലെ ഇരിക്കുന്നത്. നമ്മൾ കുത്തിയെടുത്ത് വൃത്തിയാക്കി ഒക്കെ വേണം സെറ്റാക്കുക. അങ്ങനെ കക്കയൊക്കെ പറിച്ച് നമ്മൾ വീട്ടിൽ വന്ന് ഇനി വൃത്തിയാക്കലാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ചടങ്ങ്. എൻ്റെ പൊന്നോ, ഇതിൽ നിറയെ മണ്ണായിരിക്കും. അങ്ങനെ വൃത്തിയാക്കിയൊക്കെ എടുത്ത് നമ്മളിതൊക്കെ വെള്ളത്തിലിട്ട് വേവിച്ച് നമ്മുടെ കക്ക ഇറച്ചി കുത്തിയെടുക്കുന്ന പോലെ പിന്നെ ഇതെല്ലാം ഇരുന്ന് കുത്തിയെടുക്കണം. ഞങ്ങൾ പിന്നെ ഞാനും ചിന്നും ഉണ്ണിക്കുട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഇത് വലുതാവുകയാണെങ്കിൽ നല്ലതുപോലെ കാണും. പക്ഷേ വലുതാവാനായിട്ട് നമ്മുടെ നാട്ടുകാർ സമ്മതിക്കത്തില്ല. അതിന് മുമ്പേ പറിച്ചെടുക്കും. അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ട് വന്നപ്പോൾ ദേ ഇത്രേ സാധനമുള്ളൂ. വീട്ടിൽ കഴിക്കാനായിട്ടാണെങ്കിൽ ഒരു 10-20 പേരോളം ഉണ്ട്. പക്ഷേ സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തെടുത്തൊരു 4 കിലോ കപ്പയും കൂടി വാങ്ങിച്ച് അതും ഇതുമായിട്ടെല്ലാം കൂടി ഇട്ട് കുഴയ്ക്കുവാണെങ്കിൽ അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ചേട്ടനൊക്കെ പോയി കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം കുഴച്ച്, എൻ്റെ ചേച്ചി കേട്ടോ കുഴച്ചെല്ലാം സെറ്റാക്കിയത്. കാരണം ഞങ്ങൾക്ക് ഇത് വൃത്തിയാക്കലൊക്കെയാണ്. അങ്ങനെ കുഴച്ചൊക്കെ തന്ന സംഭവം സൂപ്പറായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.